നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ കെട്ടിടം തകർന്ന് മരിച്ചവരിൽ മലയാളിയും. 2 ദിവസം മുമ്പ് അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്നു വീണ് മരിച്ചവരിൽ ഒരു മലയാളിയുണ്ട് എന്ന് ഇപ്പോൾ തീർച്ചയായിരിക്കുന്നു. മലപ്പുറം നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയും ഖത്തറിലെ അറിയപ്പെടുന്ന കലാകാരനുമായ മുഹമ്മദ് ഫൈസൽ പാറപ്പുറവൻ, ഫൈസൽ കുപ്പായി എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് 48 വയസ്സായിരുന്നു. അപകടത്തിൽ ഒരാൾ മാത്രമാണ് മരിച്ചത് എന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. എന്നാൽ ഫൈസലിന്റെ മൃതദേഹം കണ്ടെത്തിയതോടെ മരണസംഖ്യ 2 ആയിട്ടുണ്ട്. ദോഹ അൽ മൻസൂറയിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് 4 നില അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്നു വീണത്. അന്നു തന്നെ ഒരു മരണം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തി വരവെയാണ് വെള്ളിയാഴ്ച രാത്രിയാണ് ഫൈസലിന്റെ മൃതദേഹം കൂടി കണ്ടെത്തിയത്. ഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ, ഈജിപ്ത്, ഫിലിപ്പിനോ പ്രവാസികൾ താമസിച്ചിരുന്ന കെട്ടിടമായിരുന്നു ഇതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ മലയാളികൾ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്ന സൂചന പോലും ഇല്ലായിരുന്നു. ബീറിംഗ് റോഡിൽ ലുലു എക്സ്പ്രസിന് അല്പം പിൻവശത്തായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ് ബുധനാഴ്ച രാവിലെ തകർന്നു വീണത്. പോലീസും സിവിൽ ഡിഫൻസും ആംബുലൻസ് സംഘങ്ങളും സ്ഥലത്തെത്തി ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. പ്രദേശം സുരക്ഷാ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അപകട സ്ഥലത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ ദീർഘകാലം സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന ഫൈസൽ 2 വർഷം മുമ്പാണ് ഖത്തറിൽ എത്തിയത്. ഖത്തറിലും അറിയപ്പെടുന്ന ഗായകനും ചിത്രകാരനുമായി നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹത്തെ ബുധനാഴ്ച മുതൽ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പാറപ്പുറവൻ അബ്ദുസമദിന്റെയും ഖദീജയുടെയും മകനാണ്. ഭാര്യ റബീന, മക്കൾ റന, നദ, മുഹമ്മദ് ഫെബിൻ. മറ്റൊരാളുടെ പേരിൽ വാടകയ്ക്കെടുത്ത മുറിയിൽ കിടന്ന് മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം സാങ്കേതിക പ്രശ്നത്തിൽ കുടുങ്ങി 5 മാസമായി റിയാദിലെ മോർച്ചറിയിൽ കിടക്കുന്നതാണ് പിന്നെയൊരു മരണവാർത്ത. റിയാദ് നസീമിൽ താമസിച്ചിരുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശി ഹനീഫിന്റെ 30 വയസ്സ് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഇദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ രേഖകൾ കൃത്യമല്ലാത്തതിനാൽ ഇത്രയും മാസങ്ങളായി, കഴിഞ്ഞ 5 മാസങ്ങളായി കിടക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ റിയാദ് KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തുവൂരാണ് ഹനീഫിന്റെ മൊബൈൽ ഫോൺ വഴി ബന്ധുക്കളെ തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ വർഷം ഡിസംബർ 22-നാണ് നസീം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇന്ത്യക്കാരന്റെ മൃതശരീരം ഷുമൈൽ ആശുപത്രി മോർച്ചയിൽ ഉള്ള വിവരം സിദ്ദിഖിനെ അറിയിക്കുന്നത്. ഇന്ത്യക്കാരനായ ഷക്കീബ് എന്നയാളുടെ മൃതദേഹമാണ് ഇതെന്ന് പോലീസ് രേഖയിൽ ഉണ്ടായിരുന്നു. ഹനീഫ മരിച്ച താമസ സ്ഥലം വാടകയ്ക്കെടുത്തിരുന്നത് ഷക്കീബിന്റെ ഇഖാമയിലായിരുന്നു എന്നതായിരുന്നു പ്രശ്നം. മരണപ്പെട്ടയാളെക്കുറിച്ച് വിവരം ലഭിക്കാത്തതിനാൽ റൂമെടുത്ത വ്യക്തിയുടെ പേരിലാണ് പോലീസ് മരണം രജിസ്റ്റർ ചെയ്തത്. മരണം റിപ്പോർട്ട് ചെയ്ത വ്യക്തിയുടെ നമ്പർ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഷക്കീബിന്റെ സ്പോൺസറുടെ മൊബൈൽ നമ്പർ തരപ്പെടുത്തി. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ തന്റെ തൊഴിലാളി മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഷക്കീബിന്റെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. മരിച്ചയാളെക്കുറിച്ച് വിവരങ്ങൾ അറിയാൻ വിരലടയാളം ഉൾപ്പെടെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് പോലീസിനോട് അപേക്ഷിച്ചു. വിവരങ്ങൾ ലഭിച്ചെങ്കിലും പാസ്പോർട്ട് നമ്പറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അഡ്രസ് ലഭിക്കുന്നതിന് തടസ്സമായി. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസിനെ അറിയിച്ചു. ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തിയത് പ്രകാരം സ്റ്റേഷനിലെത്തി മൊബൈൽ ഫോൺ കൈപ്പറ്റി. മൊബൈൽ ഫോൺ ലോക്കായതിനാൽ വിവരങ്ങൾ ലഭിക്കാൻ സാധിച്ചില്ല. റീചാർജ് ചെയ്ത് മൊബൈൽ ഓപ്പൺ ചെയ്യാനുള്ള പാറ്റേൺ അടയാളം സ്ക്രീനിൽ നോക്കി കണ്ടെത്തി മൊബൈൽ ഓണാക്കി. പല നമ്പറുകളിലും വിളിച്ചെങ്കിലും വീട്ടുകാരെ അറിയില്ലെന്നായി. ശേഷം ഇന്ത്യയിലെ നമ്പറുകളിൽ വിളിച്ച് സഹോദരനുമായി സംസാരിക്കാൻ സാധിച്ചു. മരണവിവരം അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. തുടർന്ന് പാസ്പോർട്ട് കോപ്പി ലഭിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി ഹനീഫിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. ഭാര്യയും 2 മക്കളുമുണ്ട്. 5 മാസത്തോളം ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കാതിരുന്നിട്ടും പലരോടും വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നല്ലാതെ കുടുംബം എവിടെയും പരാതി നൽകിയിരുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നതിന്റെ വീഡിയോ, തായ്ലൻഡ് ലോട്ടറി ടിക്കറ്റുകൾ ഉൾപ്പെടെ വീഡിയോകളും ഫോട്ടോകളും മൊബൈലിലുണ്ട്. ചതിയിൽപ്പെട്ട ആത്മഹത്യ ചെയ്തതാകാം എന്ന് കരുതുന്നു. ഇഖാമ കാലാവധി തീരുകയും ഹുറൂബാകുകയും ചെയ്തതുകൊണ്ട് ഷക്കീബിന്റെ ഇഖാമയിലാണ് റൂം വാടകയ്ക്ക് എടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് പോലീസ് മരണം രജിസ്റ്റർ ചെയ്തിരുന്നതും തിരിച്ചറിഞ്ഞതോടെ ഷക്കീബിന്റെയും ഹനീഫിന്റെയും രേഖകൾ ശരിയാക്കി. മൃതദേഹം നാട്ടിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.